നമസ്കാരം. ആദ്യത്തെ മാരാമൺ കൺവെൻഷൻ മഹായോഗം നടന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലം അതാണ്. കൊട്ടതല്ലിമാലി എന്നുള്ള സ്ഥലം. മാരാമൺ കരയ്ക്കും ആറന്മുളയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. 1894 കല്ലിശ്ശേരി കടവിൽ മാളികയിൽ നിന്നും ആരംഭിച്ച ആ പ്രാർത്ഥനയുടെ ദീപശിഖ, വിശ്വാസത്തിന് ദീപശിഖ. 1895 മാർച്ച് മാസം 8 മുതൽ 17 വരെയുള്ള 10 ദിവസങ്ങളിൽ ആ യോഗം നടത്തപ്പെട്ട ഇടം, ആ ഇടത്താണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ആറന്മുളക്കരയ്ക്കും മാരാമൺ കരയ്ക്കും മധ്യത്തിലായി ഒരു ഇടത്ത്, മാരാമൺ മണൽത്തിട്ടയോട് ചേർന്ന് ആണ് ആ കൺവെൻഷൻ രൂപം കൊണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണുവാൻ സാധിക്കും, ഏകദേശം ഈ ഒരു ഭാഗത്തൂടെ പമ്പയാർ ഒഴുകുകയാണ്. എന്നാൽ അന്ന് പമ്പയാർ ഒഴുകിയിരുന്നത് ഈ ഒരു കരയോട് ചേർന്ന് നിന്നായിരുന്നു. ഇപ്പോൾ ഒഴുക്കിന്റെ ഗതി അല്പം മാറിയിട്ടുണ്ട്. അപ്പുറത്തെ കരയിൽ ഏകദേശം ആ ഒരു ഭാഗത്തോട് ചേർന്നായിരുന്നു ആദ്യത്തെ മാരാമൺ കൺവെൻഷൻ മഹായോഗം നടന്നത്. ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്താണ് ഇപ്പോൾ നടക്കുന്ന മണപ്പുറം എന്ന് പറയുന്ന സ്ഥലം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 125ാമത് മാരാമൺ കൺവെൻഷൻ മഹായോഗത്തോടനുബന്ധിച്ച് പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് ആനപ്രാമ്പലിൽ നിന്ന് വന്ന വള്ളത്തിൽ ഒരു കൂട്ടം ആളുകൾ യോഗത്തിൽ പങ്കുചേർന്നിരുന്നു. വന്ന് അവരേക്ക് സ്വീകരിച്ചിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അമ്പലത്തിലെയും അതുപോലെ വള്ളസമിതിയുടെയും ആറന്മുള വള്ളസമിതിയുടെയും പ്രവർത്തകർ അവരെ സ്വീകരിച്ചിരുന്ന ഒരു സ്ഥലം ഏകദേശം ഈ ഒരു ഭാഗത്തോട് ചേർന്ന് വരും. അന്ന് ഏകദേശം ഒരു 10,000 ആളുകൾക്ക് ഇരിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒരു പന്തലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. ഈ 10,000 ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, എത്രയോ കാതങ്ങൾ യാത്ര ചെയ്തായിരുന്നു അത്രയും പേർ. 10,000 എന്നൊരു സംഖ്യയാണെങ്കിൽ അത്രയും പേർ വന്നു ചേർന്നിരുന്നത്. അന്ന് യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് വള്ളങ്ങൾ അതുപോലെ തന്നെ കാൽനടയായി ഈ 2 മാർഗങ്ങൾ മുഖേനയായിരുന്നു ആളുകൾ വന്നു ചേർന്നിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 125ാമത് മാരാമൺ കൺവെൻഷൻ മഹായോഗം നടന്ന സമയത്ത് ആളുകൾ ഇതിന്റെ സ്മരണയ്ക്കായി ആനപ്രാമ്പലിൽ നിന്നും വള്ളത്തിൽ ആളുകൾ വന്നു ചേർന്നിരുന്നു. കാൽനടയായിട്ടും ആളുകൾ വന്നു ചേർന്നിരുന്നു, ഓർമ്മ പുതുക്കാനായി. അതുതന്നെയായിരുന്നു അന്നത്തെ കാലത്തെ യാത്രാമാർഗം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും ബന്ധപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിന് തീക്ഷ്ണത, ആ തീക്ഷ്ണതയും ആ പൂർവികരുടെ പ്രാർത്ഥനയും ഒന്നു മാത്രമാണ് ഇന്നും ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ മാരാമണിനെ ഇത്ര ശക്തമായി നിലനിർത്തുന്നത്. ഈ വിശ്വാസം ഇപ്രകാരം തന്നെ ഉള്ളിൽ കൊണ്ടു നടക്കുവാൻ പുതിയ തലമുറയ്ക്കുമാകുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, എത്ര കാലഘട്ടം കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ ഭൂമിയുള്ള കാലത്തോളം മാരാമൺ കൺവെൻഷൻ മഹായോഗവും അതിന്റെ വചനവും ഇവിടെ തന്നെ നിലനിൽക്കും. അനേകം തലമുറകളിലേക്ക് വചനം കൈമാറുവാൻ നമുക്ക് ഇടയാകുകയും ചെയ്യും.